നമുക്കറിയാം ഈ മുല്ല എന്നുള്ള പൂവ്, അതായത് ജാസ്മിൻ എന്നുള്ളത് പല സ്ഥലങ്ങളിലും പല പേരുകളിലായിട്ടാണ് അറിയപ്പെടുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സ്റ്റാർ ജാസ്മിൻ എന്ന പേരുള്ള ഒരു മുല്ലയെക്കുറിച്ചാണ്. ഇതിന് കാക്കമുല്ല എന്നുള്ള പേരുണ്ട്. അതേപോലെ തന്നെ നിത്യകല്യാണി മുല്ല എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഇവയ്ക്ക് തമ്മിലുള്ളൂ. ഇന്ന് നമ്മൾ ഈ പരിചയപ്പെടുത്താൻ പോകുന്ന ഈ സ്റ്റാർ ജാസ്മിൻ എന്നുള്ള ഈ പൂക്കൾ തരുന്ന ഈ ചെടി മിക്കവാറും വർഷം മുഴുവൻ പൂക്കൾ തരുന്ന ചെടിയാണ്. എങ്കിലും നമുക്ക് വിൻ്റർ സമയത്താണ് അത് കൂടുതലായിട്ട് നമുക്ക് പൂവിട്ടതായിട്ട് കാണുന്നത്. അത് ശരിയായിട്ടുള്ളൊരു സ്റ്റാർ ജാസ്മിൻ ചെടിയാണെങ്കിൽ വളരെ ബുഷിയായിട്ടാണ് വളരുക. ഏകദേശം ഒരു 3 അടി ഹൈറ്റോളം മാത്രമേ ആ ചെടി വളർന്നു വരാറുള്ളൂ. ഇത് നമുക്ക് ചട്ടിയിലും വെച്ച് വളർത്താം, അതേപോലെ തന്നെ തറയിലും വെച്ച് വളർത്താം. ഇത് വളരെ ബുഷിയായിട്ട് വളർത്താൻ എന്തുകൊണ്ടും നല്ലത് ചട്ടിയിൽ വെച്ച് വളർത്തുന്നതാണ് നല്ലത്. വളരുന്നതിനനുസരിച്ച് നമ്മൾ ചട്ടി മാറ്റി കൊടുക്കുന്നതായിരിക്കും ഉചിതം. ഇത് അത്യാവശ്യം നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് നമുക്കിത് വെയിലത്ത് വെച്ച് വളർത്താവുന്നതാണ്. എങ്കിലും ശക്തമായ വേനൽക്കാലം, അതായത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇത് ഒന്ന് താഴത്തേക്ക് മാറ്റി വയ്ക്കുന്നതും നന്നായിരിക്കും. നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന ചെടി ആയതുകൊണ്ട് തന്നെ ഇതിന് അത്യാവശ്യം വെള്ളത്തിൻ്റെ അളവ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എങ്കിലും ഓവർ വാട്ടറിങ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഉപരിതലം അല്ലെങ്കിൽ പ്രതലം ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വീണ്ടും നനച്ചു കൊടുക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ദിവസവും വെള്ളം നനച്ചു കൊടുക്കുക എന്നതിനേക്കാൾ നല്ലത് നമ്മൾ ആവശ്യമെങ്കിൽ മാത്രമേ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ളൂ. നമ്മളിത് ശക്തമായ വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് വെച്ചിട്ടുള്ളതെങ്കിൽ ഈർപ്പം നിലനിർത്താൻ കുറച്ച് ഉണങ്ങിയ ഇലകൾ അതിൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഒരു പുതപ്പ് പോലെ അങ്ങനെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മണ്ണിനകത്തെ ഈർപ്പം നിലനിർത്താൻ നമുക്ക് സാധിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ പോട്ടിങ് അല്ലെങ്കിൽ റീപോട്ടിങ് ആണെങ്കിൽ നമ്മളതിന് യൂസ് ചെയ്യേണ്ടത് സാധാരണ മണ്ണ് യൂസ് ചെയ്യാം. സ്വല്പം മണലോ അല്ലെങ്കിൽ ചരൽ കലർന്ന മണ്ണ് മാത്രമേ അത് യൂസ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. പിന്നെ അതോടൊപ്പം നമുക്ക് ഈർപ്പം നിലനിർത്താൻ നമുക്ക് എന്ത് ചെയ്യാം, കൊക്കോ പീറ്റ് നമുക്ക് യൂസ് ചെയ്യാം. അതോടൊപ്പം സ്വല്പം ചാണകപ്പൊടിയോ അതല്ല എങ്കിൽ വെർമി കമ്പോസ്റ്റോ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പം മണൽ കിട്ടുന്നില്ല എങ്കിൽ ഉണങ്ങിയ ഇലകൾ മണ്ണിനകത്ത് മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് ലൂസായിട്ടുള്ളൊരു മിശ്രിതം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ളത് നമുക്ക് ചാണകപ്പൊടി അല്ലെങ്കിൽ വെർമി കമ്പോസ്റ്റ് ധാരാളമാണ്. അതല്ല എങ്കിൽ NPKയുടെ 19-19-19 ഇവയുടെ വളർച്ചയുടെ സ്റ്റേജിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നീട് ഇത് പൂക്കൾ ഉണ്ടാവാൻ വല്ല താമസം നേരിടുകയാണെങ്കിൽ നമുക്ക് സ്വല്പം എല്ലുപൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതല്ല എങ്കിൽ 13-27-27 NPK നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ കമ്പുകൾ അധികം നീണ്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ട്രിം ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ട്രിം ചെയ്യുമ്പോൾ നമുക്ക് രണ്ടുകൊണ്ട് കാര്യം, പുതിയ ബ്രാഞ്ചസ് വരും. ആ ബ്രാഞ്ചസിലെല്ലാം പുതിയ നാമ്പുകൾ വരുന്നതോടുകൂടി മുട്ടുകൾ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ആവട്ടെ വളരെ സിമ്പിളാണ്. ഏകദേശം ഒരു 6 ഇഞ്ച് സൈസുള്ള അഗ്രഭാഗം മാത്രം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് ബാഗിനകത്ത്, ചെറിയ പ്ലാസ്റ്റിക് ബാഗിനകത്ത് മണ്ണ് നിറച്ച് അതിനകത്ത് നട്ടുപിടിപ്പിക്കുന്നതാണ് നല്ലത്. ആ സമയത്ത് നിങ്ങൾ പ്രത്യേകമായിട്ട് വളമൊന്നും ചേർക്കേണ്ടതായിട്ടില്ല. ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ടുള്ള ആ ബാഗ് വേറൊരു പോളിത്തീൻ കവർ കൊണ്ട് കുറച്ച് ദിവസം, ഏകദേശം 2-3 ആഴ്ച ഒന്ന് മൂടി വയ്ക്കുന്നത് നമുക്കൊരു ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ നല്ലതാണ്. പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടും. അതേപോലെ തന്നെ നാമ്പുകൾ തന്നെ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ഇതിൻ്റെ വളപ്രയോഗം നമ്മൾ വളരെ കൃത്യമായ ഇടവേളകളൊന്നും ആവശ്യമില്ല. എങ്കിലും നമ്മൾ മറ്റ് ചെടികൾക്കെല്ലാം വളം ചേർക്കാറുള്ളത് പോലെ 1-2 മാസം കൂടുമ്പോൾ സ്വല്പം ചാണകപ്പൊടി, അതല്ല എങ്കിൽ മുൻപ് പറഞ്ഞതുപോലെ എല്ലുപൊടി അല്ലെങ്കിൽ NPK 13-27-27 നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല തണലത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പൂക്കളുണ്ടാവില്ല. അപ്പോൾ വെയിൽ അത്യാവശ്യം വേണം എന്നുള്ള കാര്യവും നിങ്ങൾ മറക്കാതിരിക്കുക. ഇതിന് മറ്റേത് ചെടികൾക്കെന്ന പോലെ തന്നെ കീടശല്യം, അതായത് പുഴുക്കളോ അതല്ല എങ്കിൽ മിലി ബഗ്സ് അതെല്ലാം വരാൻ സാധ്യതയുണ്ട്. നമ്മളെ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചെങ്കിൽ നീം ഓയിൽ മാത്രം യൂസ് ചെയ്താൽ മതി. കൂടുതലുണ്ടെങ്കിൽ മാത്രമേ അതിന് അനുയോജ്യമായ കീടനാശിനി നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഇതിൻ്റെ ചെറിയ തൈകളും മറ്റും ഏകദേശം ഒരു 50 രൂപ മുതൽ നഴ്സറികളിൽ ലഭ്യമാണ്. അപ്പോൾ നമ്മൾ നട്ടുപിടിപ്പിക്കുമ്പോൾ ഇതിൻ്റെ 2-3 കമ്പുകൾ ചേർത്ത് ഒരു ചട്ടിയിൽ വെക്കുന്നതായിരിക്കും നല്ലത്. എങ്കിൽ ഇത് വളരെ ബുഷിയായിട്ട് നിൽക്കുകയും ചെയ്യും. പൂക്കളുണ്ടാകുമ്പോൾ വളരെ ഭംഗിയായിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ വർഷം മുഴുവൻ നമ്മൾ പൂക്കളുണ്ടാകുന്ന ചെടിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത്തരക്കാർക്ക് ഈ ചെടി വളരെ സ്യൂട്ടബിളാണ്. അപ്പോൾ ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്യാം. വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ചെടി ആയതുകൊണ്ട് തന്നെ ഈ ചെടിയെക്കുറിച്ച് ഇത്രമാത്രമേ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.